ഇന്നലെ സർപ്പനുള്ള മായ എന്താ വരഞ്ഞത്? അയ്യോ, എനിക്കത് കണ്ടാ പേടിയാവും. ശകുന്തളേട്ടത്തിക്ക് പേടിയാവില്ലേ? ഏയ്, രസായിരുന്നു. കൊട്ടും പാട്ടും. അവസാനം ആ പെൺകുട്ടികൾ മുടിയച്ചിട്ട് തുള്ളുന്ന കണ്ടാ പാമ്പാന്നേ തോന്നും. ഒന്ന് കാണേണ്ട കാഴ്ചയാ. എന്തിനാ ഈ സർപ്പം തുള്ളല്? ആവോ, സർപ്പകോപം ഉണ്ടാവുമ്പോഴത്രേ സന്തതികൾ ഇല്ലാതാവണത്. പാട്ടും കൊട്ടും മുറുകുമ്പോ ആ കുട്ടികൾ തനിയെ ഇളകി തുള്ളുന്നത് കണ്ടാ എത്ര വിശ്വാസം ഇല്ലാത്തവരും വിശ്വസിച്ചു പോവും. ഇക്കുറി അമ്പാടിയിലെ സർപ്പം തുള്ളല് കേമായി അല്ലേ? കഴിഞ്ഞ തവണ എന്താ മോശം? നല്ല തങ്കപ്പെട്ട മനുഷ്യര്. അവരുടെ ഒത്തൊരുമയും സ്നേഹവും ഇന്നത്തെ കാലത്തൊരു അത്ഭുതം. അറിഞ്ഞു കൊടുക്കും. ആ നിറം അവിടെ കാണണ്ടേ? എന്ത് നിറമുണ്ടായിട്ട് എന്താ? അമ്പാടിയിൽ ഒരു നിറവേറ് കണ്ടിട്ട് കാലം എത്രയായി? ശാരദയ്ക്കും സാവിത്രിക്കുട്ടിക്കും സന്തതികൾ ഉണ്ടാവാൻ അമ്പാടിക്കാരൻ നടത്താത്ത നേർച്ചയും കാഴ്ചയില്ല. അതും ശരിയാ. എന്തോ ഒരു ചിറ്റൽ അവിടെ ഉണ്ട്. നല്ലവരെ ഈശ്വരൻ എന്നും പരീക്ഷിക്കുള്ളൂ. സർപ്പത്തിനൊന്ന് കഴിച്ചതോടെ പാപം തീർന്നില്ലേ? ഇനി കുട്ടികളുണ്ടാവില്ലേ? ഉണ്ടാവേണ്ടതാണ്. ഒരു കർമ്മം കഴിച്ചാ ഫലമില്ലാണ്ടിരിക്കുവോ? ഇക്കുറിയെങ്കിലും അവരുടെ പ്രാർത്ഥന കേട്ടാ മതിയായിരുന്നു. ഗുരുവായൂരപ്പ, നാരായണ നാരായണ. ലക്ഷ്മി, എന്താമ്മേ? നേരം ഇത്രയായിട്ടും ആരും എഴുന്നേറ്റില്ലേ? ഇന്നലെ കിടക്കാൻ വൈകിയതല്ലേ? അമ്മ എന്തിനാ അത്ര നേരത്തെ എണീറ്റെ? ഉറക്കം വരണ്ടേ കുട്ടിയെ? ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോഴേക്കും നേരം വെളുത്തു. ആ കുമാരനെവിടെ? ഇന്നലെ രാത്രി തൊള്ള വിളിക്കാൻ തുടങ്ങിയതാ നന്ദിനി. ആ, അതൊക്കെ അവൻ നോക്കിക്കോളും. അമ്മ മിണ്ടാതെ ഒരിടത്ത് അടങ്ങിയിരിക്കുക. കുമാരാ, എടാ കുമാരാ, നിക്കാനാണ് പറഞ്ഞത്. എന്നെ വെറുതെ ഓടിക്കരുത്. കുമാരനാണ് ഈ പറഞ്ഞ ഓടിക്കരുതെന്ന്. അത്രക്കായ കുമാരാ, എവിടേക്ക് ഓടേ? കാശിക്ക്. ഇതിനൊക്കെ അങ്ങനെ എടുക്കാറായില്ലേ? നന്ദിനി മോളെ ഒന്ന് നിക്കാൻ. അയ്യോ, നിക്ക നന്ദിനി. അവിടെ അവിടെ നിക്കാനല്ലേ പറഞ്ഞത്? എന്തോ വാ വാ, ഇങ്ങോട്ട് വാ. കുമാരാ, വരുന്നേ. അമ്മൂട്ടി, അമ്മൂട്ടിയേ. എന്താ മുത്തശ്ശി? ആ കുമാരൻ ഇനി എഴുന്നേറ്റില്ലേ? കണ്ടില്ല മുത്തശ്ശി. മുത്തശ്ശി വിളിച്ചാ? ദാ, നീ എവിടെയായിരുന്നടാ ഇതുവരെ? ഇന്നലെ രാത്രിയിൽ മുതൽ അമറാൻ തുടങ്ങിയതാ. നീ കേക്കണില്ലേ? ആര്? മുത്തശ്ശിയാ? കാലത്ത് വന്ന് തോന്നിയ ദിവസം പറയണോ? എടാ കൊശവാ നന്ദിനി കുട്ടി, വാവെടുത്തന്റെ ലക്ഷണ. അതിനിത്തിരി കുറുമ്പ് കൂടുന്നുണ്ട്. അല്ല മുത്തശ്ശി, വാവെടുത്ത് അവളെന്തിനിങ്ങനെ അമറുന്നത്? അവളെ ഇന്ന് എന്നെ ചവിട്ടിക്കണം. നീ ആ കുട്ടമ്മൂപ്പരോട് പറഞ്ഞ് ഏർപ്പാടാക്കൂ. കുട്ടമ്മൂപ്പൻ ചവിട്ടിയ നന്ദിനിക്കുട്ടി അമർച്ച നിർത്തോ? മാധവേട്ടനോട് ചോദിക്കാം, മൂപ്പർക്കറിയാതിരിക്കില്ല. നാരായണ നാരായണ കൃഷ്ണ. കുട്ടാ, എണീക്കിടാ. നേരെ എത്ര എന്ന വിചാരം? ബാല, ബാല. അച്ഛമ്മേ, നേരെ ഒരുപാടായല്ലേ? ആ, ഇന്ന് വേണമെങ്കിൽ ലീവ് എടുത്തോളൂ. ഇന്നലെ ഉറക്കൊഴിച്ചതല്ലേ? അയ്യോ, എന്തേ? പരീക്ഷ ഇങ്ങ് അടുക്കാറായി. എന്നാ വരൂ, ചായ കുടിക്കാം. അച്ഛമ്മ എന്തിനാ ദിവസവും ഇങ്ങനെ കോണി കയറി വരുന്നത്? എനിക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നിന്റെ കുട്ടിയും കൂടെ കണ്ടിട്ടേ അച്ഛമ്മ പോവൂ. അപ്പൊ കല്യാണം കഴിക്കണില്ല, കുട്ടി ഉണ്ടാവില്ലല്ലോ. അച്ഛമ്മ പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. എനിക്ക് എന്റെ അച്ഛമ്മ മതിയെങ്കിലോ? കുമാരാ, കുമാരാ, ഇന്ന് കുറച്ച് മുത്താറിയും കറുകവേരും ചെമ്പരത്തിയും കൊണ്ടുവരണം. ഒരു കഷായം ഉണ്ടാക്കാനാ. ഏറ്റു. ഇന്ന് വൈദ്യശാലയിൽ സാധനം എത്തിയിരിക്കും. ഏറ്റത് നീയല്ലേ, അതുകൊണ്ടാ സംശയം. ആട്ടെ, ആ തെങ്ങിന് നാളെ വളം മേടിച്ചോ നീ? അത് മറന്നു. വെട്ടിക്കുഷ്മാണ്ടം ഒന്നിനൊരു ഓർമ്മയില്ല. ഓർമ്മയുണ്ടാവാൻ ഒരു അസ്തല് ലേഹ്യുണ്ട്, അത് ഞാൻ തരാം. രണ്ടുപേരെ അങ്ങോട്ട് സേവിച്ചാ മതി. എന്റെ അമ്മേ, തൽക്കാലം വേണ്ട. ആ നന്ദിനിക്കുട്ടിയുടെ അമറിൽ നിർത്താൻ വല്ല ലേഖുണ്ടെന്ന് പറഞ്ഞാ മുത്തശ്ശി എന്നെ കിടത്തി പൊറപ്പിക്കണില്ല. അതവളെ ചവിട്ടിക്കാഞ്ഞിട്ടാ. ഇപ്പൊ അവളെ ചവിട്ടിച്ച ഒരു 10 മാസം കഴിയുമ്പോ അവൾ ചെറുതായിട്ടൊന്ന് പ്രസവിക്കും. ചെറുതായിട്ട് എങ്ങനെയാ പ്രസവിക്കുന്നത്? അതൊക്കെ നീ ആ പശുപാലകരോട് ചോദിക്കേ.
വരുന്നു. എന്റെ പൊന്ന് നന്ദിനിക്കുട്ടിയല്ലേ, മോളിതങ്ങ് കുടിക്ക്. ആ കുമാരനൊന്നിങ് വന്നോട്ടെ, നിന്റെ കാര്യം അവൻ നോക്കിക്കോളും. ഞാൻ റെഡി. ഞാൻ പറഞ്ഞില്ലേ, ഇവൻ സ്നേഹമുള്ളവനാ. വെറ്ററിനറി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൂട്ടിട്ട് വാ. ഇപ്രാവശ്യം ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കാം. ഇവക്ക് പിടിക്കുമെന്ന് അറിയണമല്ലോ. എന്തിനാ ശ്രീധരേട്ട ഇഞ്ചക്ഷൻ ചെയ്യണേ? ഇഞ്ചക്ഷൻ അല്ലടാ, ഇഞ്ചക്ഷൻ. അത് തന്നെ. എന്തിനാ? പ്രസവിക്കാൻ. അപ്പോ അതിനെ ചവിട്ടിക്കണ്ടേ? ചവിട്ടിക്കുന്നതിനേക്കാൾ ഇപ്പോ നല്ലത് ഇഞ്ചക്ഷനാ. മൃഗങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു വഴിയുണ്ടല്ലോ. എന്താണ് പറഞ്ഞേ? നാളെ തന്നെ ഡോക്ടറെ വിളിച്ചോണ്ട് വരാന്ന്. പോരാ, ഇന്ന് തന്നെ വേണം. കണ്ടില്ലേ അവിടെ ഒരു വിഷമം? കുമാരാ, എന്തോ വരുന്നു. മോളെ, മോളിതങ്ങ് കുടിച്ചേ, എല്ലാം ഞാൻ ശരിയാക്കി തരാടി. സാവിത്രി അടുത്ത് എന്നെ വിളിച്ചോ? എന്താ കുമാര എങ്ങനെ ഒരു മറവി? സാവിത്രി അടുത്ത് എന്താ എന്നോട് പറഞ്ഞിരുന്നത്? ഇഞ്ചക്ഷന്റെ കാര്യം. അത് വേണ്ട സാവിത്രി അടുത്ത്. പ്രസവിച്ചില്ലെങ്കിൽ പ്രസവിച്ചില്ല എന്നുള്ളൂ. കുത്തി വെച്ചിട്ട് അത് വേണ്ട. കുമാരൻ എന്തൊക്കെയായി പറയണേ? പ്രസവിക്കാൻ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് ആരാ ഇപ്പൊ പറഞ്ഞേ? അത് പറഞ്ഞ ശ്രീധരേട്ടനാണല്ലോ. ശ്രീധരേട്ടൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞാ കേൾക്കണ്ടേ? ഇഞ്ചക്ഷൻ ചെയ്ത് എന്നെ പ്രസവിച്ചാ മതിന്ന്. ആരാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തേ? അത് മനസ്സിലിരുന്നാ മതി. ലക്ഷ്മി അടുത്തോട് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്താ സാവിത്രി? എന്തിനാ കുമാര സാവിത്രിക്കുട്ടി കരയണത്? വാവടത്തില്ലേ? അതിന് ശ്രീധരേട്ടൻ പശുവിന് ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതാ ചവിട്ടിച്ചാ മതി. ശ്രീധരേട്ടന് ഒരേ നിർബന്ധം, ഇഞ്ചക്ഷൻ തന്നെ വേണം. അതിന് സാവിത്രിക്കുട്ടി കരയേണ്ട കാര്യം എന്താ? സാവിത്രി അടുത്ത് എന്റെ പക്ഷത്താ, ഇഞ്ചക്ഷൻ വേണ്ടാന്ന്. എത്രയുള്ള കാര്യം. കുമാര, ബാലന് കാവശ്ശേരിയിലെ പെൺകുട്ടിയുടെ ജാതകം പഠിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഏറ്റു. നാളെ പോയേക്കാം. ഈ കുമാരൻ എന്ത് പറഞ്ഞാലും നാളെ. എന്നാ ഏറ്റു, ഇപ്പൊ തന്നെ പോയേക്കാം. എന്തിനു സാവിത്രിക്കുട്ടി ഈ നിസ്സാര കാര്യത്തിന് കരയണേ? ഈ അടുത്തേക്ക് ഇത് നിസ്സാരായിരിക്കും. എനിക്കങ്ങനെയല്ല. ഇഞ്ചക്ഷൻ ചെയ്തെന്ന് വെച്ചിട്ട് എന്താ? പ്രസവിക്കുന്ന ഉറപ്പല്ലേ? നല്ല ഒന്നാന്തരം കുട്ടിയെ കിട്ടുകയും ചെയ്യും. എടുത്തേക്ക് ആയിക്കൂടെ? എന്നെ തന്നെ പരീക്ഷിക്കണ എന്താ? നീ എന്താ കുട്ടി പറയണേ? ഇഞ്ചക്ഷന്റെ കാര്യം തന്നെയാ. ഇഞ്ചക്ഷൻ ചെയ്ത് എനിക്ക് പ്രസവിക്കണ്ട. നീ ഇഞ്ചക്ഷൻ ചെയ്യണമെന്ന് ആരാ പറഞ്ഞത്? ഈ ഏടാകൂടങ്ങളൊക്കെ ആരാ പറയാ? ശ്രീധരേട്ടനല്ലാതെ. എടി മണ്ടി, ശ്രീധരൻ പശുവിന്റെ കാര്യല്ലേ പറഞ്ഞത്? പിന്നെ കുമാരൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ആ പൊട്ടം പറയണ കേട്ട് നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചാലോ? വേഗം പോയി മുഖം കഴുത്. ലക്ഷ്മി അടുത്ത് കാണണ്ട. ഭാഗ്യം, ഒന്നും എന്നെ ഏൽപ്പിക്കാത്ത ഒരാളെങ്കിലും ഈ വീട്ടിലുണ്ടല്ലോ. ആട്ടെ, അമ്മട്ടിക്ക് ഒരു ആവശ്യമില്ലേ? എനിക്കിപ്പോ ആവശ്യം മുത്തശ്ശിക്ക് ചായ കൊടുക്കാൻ പാലാ. മുത്തശ്ശിക്ക് ഇതുവരെ ചായ കൊടുത്തില്ലേ? മുത്തശ്ശിക്കുന്നല്ല, ഇവിടെ ആർക്കും ചായ കൊടുത്തിട്ടില്ല. പാല് വേണ്ടേ? പശുവിനെ കറന്നോ? കറന്നല്ലോ. പാലെന്തേ? പാല് ഞാൻ തന്നില്ലേ? ഈശ്വര, പാല് ഞാൻ പിന്നെ എവിടെ കൊണ്ട് കൊടുത്തു? എന്റെ അമ്മേ, നന്ദിനി അല്ല കറമ്പി. എന്നാലും കുമാരൻ പറയണത് കേട്ട് വിശ്വസിച്ചല്ലോ. ഞാനിത് ശ്രീധരുണിന്റെ അടുത്ത് പറയണുണ്ട്. അയ്യേ വേണ്ട കേട്ടോ. എന്താ രണ്ടാളും തമ്മിൽ ഒരു രഹസ്യം? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. കുമാരൻ എന്തോ പറഞ്ഞു എന്ന് വെച്ചിട്ട്. അവന്റെ കാര്യമാണെങ്കിൽ എനിക്ക് കേൾക്കണ്ട. അമ്മൂട്ടി, നീ അവന് ഊണെടുത്ത് വെക്ക്. ഇനി എപ്പോഴാണാവോ എഴുന്നള്ളത്ത്? നേരെ ഒരുപാടായില്ലേ, നിങ്ങൾ പോയി കിടന്നോളൂ. വേണ്ട, എന്നും മാധവട്ടിന്റെ അടുത്തൊന്നും എനിക്കാ ചീത്ത കേൾക്കണേ. ലക്ഷ്മി അടുത്തെ കൊണ്ടുള്ള പണിയൊക്കെ എടുപ്പിച്ചിട്ട് ഞങ്ങൾ തിന്നു കൊഴുക്കുകയെന്ന്. അവനോട് ഞാൻ സമാധാനം പറഞ്ഞോളാം. ചെല്ല്, ഇതൊന്ന് തീർന്നോട്ടെ. അതവിടെ വെച്ചോളൂ. ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, സഹായത്തിന് അമ്മൂട്ടിയില്ലേ? ശ്രീധരൻ അവിടെ കയറൂറുന്നുണ്ടാവും. ഗുരുവായൂരിന് കൊണ്ടുവന്ന എണ്ണ സേവിക്കാൻ മറക്കണ്ട കേട്ടോ. അയ്യോ, ഇനി അമ്മയൊന്ന് കിടത്തി ഉറക്കാനുള്ള പാടാ. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കുമതിനില്ല സംശയം. രാമാ, ഇനി അച്ഛമ്മ ഉറങ്ങിക്കോ. ഇങ്ങടുത്ത് വരൂ. എന്താ? ഇവിടെ ഇരിക്കൂ. നീ ക്ഷീണിച്ചു വരിക. ഒരു ക്ഷീണവും ഇല്ല. 5 കിലോ കൂടിയിട്ടുണ്ട്. എന്താടാ, തല തേച്ച് കുളിക്കണമെന്നില്ലേ? അച്ഛമ്മേ, നാളത്തെ ക്ലാസ്സിലേക്കുള്ള ചോദ്യ പേപ്പർ തയ്യാറാക്കണം. അതൊക്കെ പിന്നെ തയ്യാറാക്കാം. അച്ഛമ്മ ഒരു വിശേഷം പറയാം. എന്താ? എന്താ വിശേഷം? പിന്നെ നാണമില്ലല്ലോടാ.
പോത്തുപോലെ ആയിട്ട്. മാനിക്കാനൊന്നുമില്ല. എത്ര പ്രായമായാലും ഇവൻ എനിക്ക് കുട്ടിയാ, അല്ലേ മോനെ? ഓ, ഒരിള്ള കുട്ടി. എണീക്കടാ അവിടുന്ന്. നീ എവിടെ കിടക്കടാ, ഇതായിപ്പോ കൂത്ത്. അമ്മയ്ക്ക് ഉറങ്ങണ്ടേ? വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ അറിയാതെ അമ്മൂട്ടിയെ കൂട്ടുപിടിച്ച് അമ്മ പായസം ഉണ്ടാക്കി കഴിച്ചുവല്ലേ. അവൾക്ക് എന്റെ കയ്യിൽ നിന്ന് തിമിർത്തും കിട്ടി. മാസത്തിൽ ഒരിക്കൽ ജന്മനാളിൽ ഞാൻ ഉണ്ടാക്കി തരുന്നില്ലേ ഇഷ്ടപ്പെട്ട പായസം? സൂക്ഷിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ആ, മരുന്ന് കഴിക്കമ്മേ. എനിക്ക് വേണ്ട. കഴിക്കമ്മേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? നാളെയും പായസം ഉണ്ടാക്കി കഴിക്കും. ആരാ തടയാൻ നോക്കട്ടെ? ഇത് എന്റെ വീടാ. ഇവിടെ ആരും എന്നെ ഭരിക്കാൻ വരണ്ട. അല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നാളെ അമ്മയ്ക്ക് ഞാൻ പായസം ഉണ്ടാക്കി തരാം. ഇപ്പൊ ഇത് കഴിക്കമ്മേ. വേണ്ട. കഴിക്കച്ചമ്മേ. ഞാനല്ലേ പറയുന്നത്. നീ പറയണോണ്ട് കഴിക്കാം. ബാല, കാവശ്ശേരിയിൽ ഒരു പെൺകുട്ടിയുണ്ട് അത്രേ. വലിയ തറവാട്ടുകാരാ. ജാതകം ചോദിച്ചിട്ടുണ്ട്. ആദ്യം അമ്മ ആ കുട്ടിയെ ഒന്ന് കാണണം. അല്ല, അമ്മ അങ്ങോട്ട് ചെല്ലണമെന്നില്ല. ഇവിടെ വരട്ടെ. അമ്മക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ആലോചിക്കാം. അതാ ശരി. ഇവളെ പെണ്ണ് കണ്ടത് ഞാനാ. ഞാൻ പറഞ്ഞു നിന്റെ അച്ഛന്റെ അടുത്തേ ഇവളെ കെട്ടിയാ മതിയെന്ന്. വേണ്ട അച്ചമ്മേ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. എന്താടാ? നാട്ടുകാര് പറയുന്നത് എന്താണെന്നറിയോ? ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് അമ്പാടി തറവാടാണെന്ന്. അത് തകർക്കാൻ ഒരുത്തി ഇവിടെ വരണ്ട. വരണ കുട്ടി അത്ര കാര്യം ആവണമെന്നില്ലല്ലോ. ആലോചിച്ചിട്ടൊക്കെ തീരുമാനിച്ചാ മതി. എന്നാലും വേണ്ടമ്മേ. അത് ഞാൻ തീരുമാനിച്ചോളാട്ടോ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഈ അമ്പാടിയിൽ ഒരു കുഞ്ഞുണ്ടാവാൻ. അതിനെ ഈ കൈകൊണ്ട് എടുക്കണം എനിക്ക്. അതിനുള്ള ഭാഗ്യം ഉണ്ടാവോ? അമ്മ കിടന്നോളൂ, ഞാനിപ്പോ വരാം. മോളെ, നീ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് പാടുപെടണത്? സാവിത്രിയും ശാരദയും സഹായത്തിന് വിളിച്ചൂടെ? ഓ, അവര് കുട്ടികളല്ലേ അമ്മേ. പിന്നെ അമ്മൂട്ടി ഉണ്ടല്ലോ എനിക്ക് സഹായത്തിന്. ബാലൻ പറഞ്ഞത് നേരാ. നമ്മുടെ തറവാടൊരു സ്വർഗാക്കിയത് എന്റെ മോളാ. നിനക്ക് മാത്രം നെടുമങ്ങല്യത്തിന് യോഗം ഇല്ലാണ്ട് പോയി. സാരമില്ല അമ്മേ, എല്ലാം എല്ലാവർക്കും തികയാറില്ലല്ലോ. ഇവിടെ എനിക്ക് എന്താ ഒരു കുറവ്? വെറുതെ മനസ്സ് വിഷമിപ്പിക്കാതെ അമ്മ കിടന്നുറങ്ങിക്കോളൂ. രണ്ടുപേരും കൂടെ മത്സരിച്ച് എണ്ണയും നെയ്യും സേവിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയല്ലോ. എന്നിട്ടും ഫലം തഥൈവ. അതിന് എന്റെ കുഴപ്പമൊന്നുമല്ല. പിന്നെ എന്റെ കുഴപ്പമാണോ? രണ്ടുപേർക്കും കുഴപ്പമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? മരുന്ന് പഴക്കിനടുത്ത് മന്ത്രവും പൂജകളും ജയിച്ചു എന്ന് വരും. ഈ വർഷം തറവാട്ടില് ഒരു കുട്ടി ഉണ്ടാവുന്ന അത്രേ മല്ലിശ്ശേരി തിരുമേനി പറഞ്ഞത്. ഉണ്ടാവും, തീർച്ചയായും. 9ാം മാസത്തിൽ തന്നെ നല്ല വെളുത്ത് കൊഴുത്ത ഒരു കുട്ടി. ഓ, എന്നെ കളിയാക്കല്ലേ? കാര്യമായിട്ട് തന്നെ പറയുന്നേ. പക്ഷെ നിനക്കല്ല, ശാരദീർത്തിക്കായിരിക്കും. എന്നാലും എനിക്ക് അസൂയൊന്നുമില്ല. ഈ തറവാട്ടില് ഒരു കുട്ടി ഉണ്ടായാ മതി. ശാരദേട്ടത്തിക്കുമല്ല, നമ്മുടെ ജെസ്സി പശുവിന് ഇന്ന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. സാവിത്രിക്കുട്ടി, എന്നെ വിടാൻ. ആ പിന്നെങ്ങനാ? അത് തന്നെ ഞാനും ചോദിക്കണേ. ഇങ്ങനെ കുറെ കഴിച്ചോണ്ട് എന്ത് വിശേഷം? നിങ്ങൾ കൊണ്ടുതന്ന ഒരുപാട് മരുന്ന് ഞാൻ കഴിച്ചില്ലേ? എന്നിട്ട് എന്തെങ്കിലും ഫലം ഉണ്ടായോ? ഇത് നല്ല ശക്തിയുള്ളൊരു മരുന്നാ. ഗുൽഗുലും ചില പ്രത്യേക മരുന്നുകളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതാ. ഇത് കഴിച്ചാ ഫലം ഉണ്ടാവും. എനിക്ക് നിങ്ങളുടെ വൈദ്യത്തിൽ ഇപ്പൊ ഒട്ടും തന്നെ വിശ്വാസം ഇല്ലാണ്ടായിരിക്കണം. തെറ്റ്. വിശ്വസിക്കണം, എന്നാലേ ചികിത്സയ്ക്ക് ഫലം ഉണ്ടാവൂ. വിശ്വസിച്ചില്ലേ ആ കർത്തേർത്ത പങ്കുണ്യാര്? 48ാമത്തെ വയസ്സിലാ അയാള് കല്യാണം കഴിച്ചത്. ഒരു 25കാരി. 5 കൊല്ലം നടന്നു, കാണാത്ത ഡോക്ടർമാരില്ല. അവസാനം എന്റെ അടുത്ത് വന്നു, ചികിത്സിച്ചു. കുട്ടി ഉണ്ടായോ? വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പറയേ, കുട്ടി ഉണ്ടായോ? ഉണ്ടായി. നാട്ടുകാര് പറയണേ അയാളുടെ അല്ലെന്നാ. അസൂയ, അതിന് ചികിത്സയില്ല. ഈ മാധവനുണ്ണിയുടെ ഒറ്റ ചികിത്സ കൊണ്ടാ അത്. നീ ഏതായാലും ഒരു കാര്യം ചെയ്യേ. ധൈര്യമായിട്ട് വിളമ്പിക്കോളൂ അമ്മൂട്ടി, നല്ല വിശപ്പുണ്ട്. കൂമ്പാരം കൂട്ടി ചോറില്ലേ സാമ്പാർ ഒഴിച്ചുണ്ണുമ്പോഴേ വിശപ്പ് മാറിക്കല്ലോ കേട്ടോ. അയ്യോ,
അമ്മൂട്ടി വന്ന് വാങ്ങിച്ചുകൊണ്ടുണ്ട്. ഏ അതെ, അമ്മൂട്ടി പറഞ്ഞത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന്. ഞാനൊന്നും വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. ദേ, അമ്മൂട്ടി വളം മേടിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ? ഇതാ ഇപ്പൊ നന്നായേ. കുമാരേട്ടൻ വല്ല സ്വപ്നവും കണ്ടോ? അപ്പൊ ആരാ വളം മേടിക്കാൻ പറഞ്ഞത്? ഷോ, വളയല്ല, മാധവേട്ടൻ വളത്തിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. ആ, ഏതായാലും വാങ്ങിയില്ലേ, അമ്മൂട്ടി എടുത്തോ. ആ, അവരിതൊന്നും മതിയാവില്ല അമ്മൂട്ടി. ഇനിയും ബാക്കിയില്ലേ കലത്തില്. ഇങ്ങനെ മൂക്കുമുട്ട ഉരുള ഉരുട്ടി വിഴുങ്ങുന്നുണ്ടല്ലോടാ. ഇവിടെ നിന്നെ കൊണ്ട് ഉപദ്രവമല്ലാതെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോടാ? എന്റെ ലക്ഷ്മിയെടുത്തി പറഞ്ഞത് എന്റെ ചങ്കി കൊണ്ടു. ഊണ് കഴിക്കുമ്പോ ഈ പറഞ്ഞത് കുത്തുവാക്കാണെങ്കിലും കുമാരൻ എഴുന്നേറ്റ് പോകൂല. മനുഷ്യൻ ചോറിനെ നിന്ദിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും തോന്നിയിട്ടില്ല. അമ്മൂട്ടിയെ അവയിലുണ്ടെങ്കിൽ തിരിങ്ങിട്ടെ. ആ എന്നാ ഞങ്ങൾ പോട്ടെ. എടാ പോട്ടെ എന്നല്ല, പോയി വരട്ടെ എന്ന് പറയണം. നമ്മൾ യുദ്ധത്തിനൊന്നും പോകില്ലല്ലോ, പോയി വരട്ടെ എന്ന് പറയാൻ. അതെ, യുദ്ധത്തിന് തന്നെയാ, കർമ്മയുദ്ധം. നമ്മൾ ജീവിക്കുന്നത് തന്നെ യുദ്ധത്തിന് നടുവില. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നന്നായി. ബാല, നീ എന്താ കാണിക്കുന്നേ? ചെറിയച്ഛൻ സംസാരിക്കില്ലെന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ വണ്ടി കയറിക്കും. ക്ലാസ് എടുക്കുന്നതൊക്കെ അങ്ങ് സ്കൂളിൽ ചെന്നിട്ട്. ഞാൻ മിണ്ടുന്നില്ല. എന്നാലും ഒരു അധ്യാപകനൊക്കെ മിണ്ടത്തില്ലേ?